الله لا إله إلا الله لا إله إلا الله محمد يا رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد يا رسول الله أحمد عبدك سيد أحمد زين الله الله زين الله يا رفاع يا محمد زين الحق من الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد يا رسول الله أحمد عبدك سيد أحمد زين الله الله زين الله يا رفاع يا محمد زين الحق من الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد يا رسول الله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ നമ്മുടെ മഹല്ലിൽ ഖതീബായി സേവനമനുഷ്ഠിക്കുകയും ഈ മജ്‌ലിസിലെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട ലത്തീഫ് ദാരി ഉസ്താദ്, ഇവിടെ നല്ല നസീഹത്തിന് നേതൃത്വം നൽകിയ പണ്ഡിതൻ, ഞങ്ങളുടെ മഹല്ലിന്റെ ഖതീബുമായ പ്രിയപ്പെട്ട സലാം ഫൈസി ഉസ്താദ്, ബഹുമാന്യനായ അബൂബക്കർ ഫൈസി ഉസ്താദ്, പ്രിയപ്പെട്ട മജീദ് ബാക്കർ ഉസ്താദ്, ഈ നാട്ടുകാരനും ഈ റാത്തീബിന്റെ ഒക്കെ ഗുണകാംക്ഷയും ഇതിന്റെയൊക്കെ എല്ലാം മജ്‌ലിസുകളിലും പങ്കെടുക്കുകയും ചെയ്യാറുള്ള പ്രിയപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്, നമ്മുടെ ഇന്ന് ഈ റാത്തീബുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ നാട്ടിലെ കാരണവരും ഇതിൻ മല്ലാക്ക, സ്വാലിഹ് മല്ലാക്ക, അലി മല്ലാക്ക എന്നിവരുടെ മക്കൾ പ്രിയപ്പെട്ട അലവിക്കുട്ടി, അതുപോലെ തന്നെ മുജീബ് സാഹിബ്, ജാബിർ, ജംഷദ് മാഷ തുടങ്ങി ഈ റാത്തീബിന്റെ നടത്തിപ്പുകാരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുപോലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മറ്റ് ധാരാളം പണ്ഡിതന്മാരുണ്ട്, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ധാരാളം കാരണവന്മാർ, അവരൊക്കെ ഉള്ള സദസ്സാണ്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ മജ്‌ലിസാണ് ഈ റാത്തീബിന്റെ മജ്‌ലിസ്. ബഹുമാന്യരായ ഉസ്താദുമാരൊക്കെ അതിന്റെ പവിത്രതകളൊക്കെ ഇവിടെ വിശദീകരിച്ച് സംസാരിച്ചു. ഇനി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമുക്ക് യാസീൻ ഓതിയിട്ട് മഹാന്മാരുടെ പേരിലൊക്കെ ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യാനാണ്. എത്രയോ ആളുകളാണ് ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി കക്ഷി ജാതി മതഭേദമന്യേ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും അതിനുള്ളതായിരിക്കുന്ന ഫലങ്ങളും അതിനുള്ളതായിരിക്കുന്ന ഉദ്ദേശ പൂർത്തീകരണവും സാധിക്കുന്നത് കൊണ്ടാണല്ലോ എല്ലാ വർഷങ്ങളിലും ഈ മജ്‌ലിസിലേക്ക് ഇത്രയും അധികം ആളുകൾ സംഭാവന നൽകുകയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് യാസീൻ ഓതിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ മജ്‌ലിസിലേക്ക് അരി നൽകിയവർ, മാംസം നൽകിയവർ, എല്ലാ നിലക്കും ഖിദ്മത്തുകൾ ചെയ്ത ആളുകൾ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇലാ ഹദ്റത്തി റസൂലി